എന്തുകൊണ്ടാണ് വിവിധ സംസ്കാരങ്ങളിൽ ഒരു മഹാപ്രളയത്തിൻ്റെ കഥ നാം കാണുന്നത്? അതിൻ്റെ ഒരു കാരണം യഥാർത്ഥത്തിൽ അങ്ങനൊരു ഭൂമിയെ മൂടിയ വലിയ പ്രളയമുണ്ടായി എന്നത് തന്നെയാകാം. എന്നാൽ ബൈബിൾ അവതരിപ്പിക്കുന്നത് പോലെ കൃത്യമായ ഒരു വിവരണം മറ്റെവിടെയും ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ജീവസന്ദേശത്തിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം. കാലാകാലങ്ങളിൽ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്രാപിക്കുവാനുള്ള മാർഗങ്ങൾ ദൈവം മനുഷ്യന് നൽകിയിരുന്നു. എങ്കിലും അവയെല്ലാം ക്രിസ്തുയേശുവിലൂടെയുള്ള നിത്യമായ രക്ഷാപദ്ധതിയുടെ നിഴലുകളായിരുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ വിശുദ്ധ പത്രോസ് പ്രസംഗിച്ചത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്നാകുന്നു. ദൈവം കൽപ്പിച്ചിരിക്കുന്ന മാർഗമല്ലാതെ നമ്മുടെ സ്വന്തം പദ്ധതികൾക്കൊന്നും നമ്മെ രക്ഷിക്കുവാൻ സാധ്യമല്ല. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 7-ാം അധ്യായത്തിൻ്റെ 9 വരെയുള്ള വാക്യങ്ങളിൽ നോഹയുടെയും അവൻ്റെ കുടുംബത്തിൻ്റെയും രക്ഷണ്യ പ്രവൃത്തിയാകുന്നു വിവരിച്ചിരിക്കുന്നത്. പെട്ടകം പണിയുന്നതിനെക്കുറിച്ച് ദൈവം നോഹയ്ക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് നാം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ഇനിയും കാണുവാൻ പോകുന്നത്. ഭൂമിയെ നശിപ്പിക്കുവാൻ ജലപ്രളയം വരുത്തുന്നതിന് മുമ്പ് ദൈവം മനുഷ്യർക്ക് വളരെയധികം അവസരങ്ങൾ നൽകുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വരെ നാം ചിന്തിച്ചല്ലോ. 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഉൽപ്പത്തി 6:14, നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കുക, പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. വളരെ കാലം ഈട് നിൽക്കുന്നതും നശിപ്പിക്കുവാൻ വളരെ പ്രയാസമുള്ളതുമായ ഒരു തടിയാണ് ഗോഫർ മരത്തിൻ്റേത്. നമ്മുടെ നാട്ടിലൊക്കെ ഈട്ടിത്തടി ഉണ്ടല്ലോ, അതുപോലൊരു മരം. അതുകൊണ്ടാണ് ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കുവാൻ ദൈവം നോഹയോട് ആവശ്യപ്പെട്ടത്. പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കുവാനും ദൈവം ആവശ്യപ്പെട്ടു. ഇവിടെ അറകൾ എന്നതിന് കൂട് എന്ന ധ്വനിയാണുള്ളത്. ഒരു ആനയ്ക്ക് വലിയൊരു മുറി ആവശ്യമാണെങ്കിൽ ഒരു ചുണ്ടലിക്ക് ഏതെങ്കിലും ഒരു കോണിൽ കയറിയിരുന്നാൽ മതിയല്ലോ. 15-ാം വാക്യത്തിൽ നാം കാണുന്നത്, അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നാൽ പെട്ടകത്തിൻ്റെ നീളം 300 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം. നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് പലർക്കും ധാരണ ലഭിച്ചിട്ടുള്ളത് സൺഡേ സ്കൂൾ പുസ്തകങ്ങളിലെ ചിത്രത്തിൽ നിന്നുമാണ്. വള്ളം പോലൊരു സാധനം കണ്ടിട്ടില്ലേ? സമാഗമന കൂടാരത്തിൽ വെച്ചിരുന്ന പെട്ടകമായിരുന്നു നോഹയുടെ പെട്ടകം എന്ന് ചിന്തിച്ച് അതിൻ്റെ അളവുകൾ ഉദ്ധരിച്ച് അതിനകത്ത് എങ്ങനെയാണ് ഈ പറഞ്ഞ മൃഗങ്ങളെല്ലാം കൂടി കയറിയത് എന്ന് തർക്കിക്കുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. സമാഗമന കൂടാരത്തിലെ നിയമപ്പെട്ടകത്തിൻ്റെ അളവ് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും ആകുന്നു എന്ന് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇത് തമ്മിൽ വേർതിരിച്ചറിയുവാൻ പാടില്ലാത്തവർ സമാഗമന കൂടാരത്തിലെ പെട്ടകവും നോഹയുണ്ടാക്കിയ പെട്ടകവും ഒന്നായിരുന്നു എന്ന് ചിന്തിച്ചു. അത്രയേ ഉള്ളൂ. ദൈവം നോഹയോട് ഉണ്ടാക്കുവാൻ പറഞ്ഞ പെട്ടകം 300 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവും ഉള്ളതായിരുന്നു. അല്ലാതെ അതിന് സമാഗമന കൂടാരത്തിലെ ആ കുഞ്ഞു പെട്ടകത്തിൻ്റെ അളവായിരുന്നില്ല. എന്തെല്ലാം ധാരണ പിശകുകളാണല്ലോ അല്ലേ? അങ്ങനെ ഒരു ചിന്തകൾ എന്നെ സംബന്ധിച്ചിടത്തോളം പരിഹാസ്യകരമായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ബോട്ടിൻ്റെ ചിത്രം നോഹ പണിത പെട്ടകത്തിൻ്റെ ഒരു ഹാസ്യ ചിത്രം മാത്രമായിരിക്കും. അതല്ലേ യാഥാർത്ഥ്യവും.
പെട്ടകം എന്നുള്ളതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം ബൈബിളിൽ 2 സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി മാത്രമേ കാണാൻ കഴിയൂ. ആദ്യത്തേത് നോഹയുണ്ടാക്കുവാൻ ദൈവം ആവശ്യപ്പെട്ട പെട്ടകം, നമ്മളിപ്പോൾ പഠിക്കുന്ന ഭാഗം. രണ്ടാമത്തേത് ശിശുവായിരുന്ന മോശയെ നീലനദിയിൽ ഒഴുക്കുവാൻ അവൻ്റെ അമ്മയുണ്ടാക്കിയ ആ പെട്ടകം. ഈ 2 സ്ഥലത്ത് മാത്രമേ എബ്രായ ഭാഷയിലെ ആ പദം ഉപയോഗിച്ചിട്ടുള്ളൂ, പെട്ടകത്തിൻ്റെ പദം. ദൈവം നൽകിയ ദർശനമനുസരിച്ച് മോശയുടെ അമ്മ തൻ്റെ കുഞ്ഞിനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു എന്ന് നമുക്കറിയാം. പിന്നീട് അവനെ ഒരു പെട്ടകത്തിൽ വെച്ച് നൈൽ നദിയിൽ ഒഴുക്കി. തൻ്റെ കുഞ്ഞു സഹോദരനെ വഹിച്ചുകൊണ്ട് ആ പെട്ടകം എങ്ങോട്ട് പോകുന്നു എന്ന് കാണുവാൻ മോശയുടെ സഹോദരി മിറിയാം നദിക്കരയിൽ കാത്തുനിന്നു. ആ പെട്ടകം മോശയുമായി നൈൽ നദിയിൽ ഒഴുകി നടന്നു. നോഹയ്ക്കും മോശയ്ക്കും പെട്ടകം മരണത്തിൽ നിന്നുള്ള അഭയമായിരുന്നു. നോഹ ഒരു പുതിയ മനുഷ്യജാതിയുടെ പിതാവും മോശ ഒരു പുതിയ രാഷ്ട്രത്തിൻ്റെ പിതാവുമായി മാറി. ജനത്തിനു വേണ്ടി 2 കാലങ്ങളിൽ ദൈവം തിരഞ്ഞെടുത്ത 2 നേതാക്കളായിരുന്നു അവർ. വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ 2 പേരെയും താങ്ങി നിർത്തിയത് ആ പെട്ടകമായിരുന്നു, അല്ലെങ്കിൽ ആ പെട്ടകങ്ങളായിരുന്നു. പെട്ടകം പണിയുവാനുള്ള നിർദ്ദേശത്തിൽ നിന്ന് തന്നെ പെട്ടകത്തിൻ്റെ വലിപ്പം ഊഹിക്കുവാൻ കഴിയും. പെട്ടകത്തിൻ്റെ നീളം 300 മുഴമായിരുന്നു, അതായത് ഏതാണ്ട് 450 അടിയോളം നീളം. എന്നാൽ ഇങ്ങനൊരു പെട്ടകം ഉണ്ടാക്കുവാൻ അക്കാലത്ത് എങ്ങനെ സാധിച്ചു എന്ന് പലരും ചോദിക്കാറുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, നാം ഗുഹാമനുഷ്യരെക്കുറിച്ചല്ല ഇവിടെ ചിന്തിക്കുന്നത്. നോഹയുടെ കാലം എത്തിയപ്പോഴേക്കും, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ മനുഷ്യർ വലിയ ബുദ്ധിമാന്മാരായിരുന്നു. അങ്ങനെ വളരെ ഏറെ ബുദ്ധിമാനായ ഒരു മനുഷ്യനെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ഇന്ന് നമ്മുടെ വർഗത്തിനുള്ള ബുദ്ധി നോഹയ്ക്ക് മുമ്പേ ആരംഭിച്ചതാണെങ്കിലും നോഹയിലൂടെയാണല്ലോ പിന്നീട് അത് വന്നത്. അതെ, നോഹ വളരെയേറെ ബുദ്ധിമാനായ മനുഷ്യൻ തന്നെയായിരുന്നു. ഇവിടെ ഒരു കാര്യം പ്രത്യേകം നാം മനസ്സിലാക്കണം. 50 അടി പൊക്കത്തിൽ അടിച്ചുയരുന്ന തിരമാലകളുള്ള സമുദ്രത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിവുള്ള ഒരു കപ്പലല്ല നോഹയോട് പണിയുവാൻ പറഞ്ഞത്. കുറേ കാലത്തേക്ക് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ജീവൻ നിലനിർത്തുവാൻ പോരുന്ന ഒരു സംവിധാനമായിരുന്നു നോഹ പണിത പെട്ടകം. ഒരു കാറ്റിലൂടെ ഓടുവാനല്ല, പിന്നെയോ ജലപ്രളയത്തിൽ നിലനിൽക്കുവാനുള്ളൊരു താൽക്കാലിക സംവിധാനം. അതുമാത്രമായിരുന്നു പെട്ടകം. ഇക്കാരണത്താൽ തന്നെ ഇന്ന് കടലിൽ ഓടുന്ന ഒരു കപ്പലുമായി ഒരു തരത്തിലും ഈ പെട്ടകത്തെ താരതമ്യപ്പെടുത്തുവാൻ കഴിയില്ല. ദൈവം പറഞ്ഞത് ഗോഫർ മരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കുക എന്നായിരുന്നു. അത് ഇന്നത്തെ രൂപത്തിലുള്ളൊരു കപ്പൽ ആയിരുന്നില്ല. ഇത് പ്രത്യേകം ഓർത്തോണം. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് പരിചിതമായ കപ്പലിൻ്റെ രൂപത്തിലോ വള്ളത്തിൻ്റെ രൂപത്തിലോ ബോട്ടിൻ്റെ രൂപത്തിലോ ഒക്കെ നോഹയുടെ പെട്ടകം ചിത്രീകരിക്കുന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതുമായി യാതൊരു വിധത്തിലും യോജിക്കുന്നതല്ല. ആ പെട്ടകത്തിനകത്ത് അറകൾ ഉണ്ടാക്കുവാൻ ദൈവം പറഞ്ഞു. അതായത് ചതുരാകൃതിയിലുള്ള ഒരു വലിയ പെട്ടി പോലെയാണ്. കപ്പലോ ബോട്ടോ ഉണ്ടാക്കുന്നത് പോലെയല്ല അത് രൂപകൽപ്പന ചെയ്തത്. കാരണം വെള്ളത്തിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി അല്ലല്ലോ അതുണ്ടാക്കിയത്. അതിനകത്തുള്ള ജീവജാലങ്ങളെയും കൊണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുക, അതായിരുന്നു അതിൻ്റെ ഉദ്ദേശം. ഓർക്കുക, അതിന് തുഴയോ ക്യാപ്റ്റനോ സ്റ്റിയറിങ്ങോ ചുക്കാനോ നാവികരോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം അതൊരു പെട്ടകമായിരുന്നു. ഒരു കപ്പലുണ്ടാക്കുന്നതും ഒരു പെട്ടകം ഉണ്ടാക്കുന്നതും തികച്ചും വ്യത്യസ്തമായിരുന്നു. ഒരു കപ്പലുണ്ടാക്കുന്നതിന് അതിൻ്റേതായ അളവുകളും വളവുകളും ആവശ്യമാണ്. അതുണ്ടാക്കുവാൻ പ്രത്യേക കഴിവുള്ളവർക്ക് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. നോഹയോട് പറഞ്ഞത് ഒരു ചതുരപ്പെട്ടി ഉണ്ടാക്കുവാനാണ്. 3 നിലകളുള്ള പരന്ന അടിത്തട്ടോടു കൂടിയ പരന്ന വശങ്ങളുള്ള ഒരു ചതുരപ്പെട്ടി. സഞ്ചാരത്തിനല്ല, വെള്ളത്തിനു മീതെ പൊങ്ങിക്കിടക്കുവാൻ കഴിയുന്ന അളവുകളും വലിപ്പവുമുള്ള ഒരു പെട്ടി. പ്രളയവും പെട്ടകവും ദൈവവചനത്തിൻ്റെ ആധികാരികതയെ ഉറപ്പിക്കുന്ന സംഭവമാണ്. 371 ദിവസങ്ങൾ താമസിക്കുവാൻ ഉതകുന്ന തരത്തിൽ പെട്ടകത്തിൻ്റെ ഓരോ അളവും ദൈവം നൽകി. ഞാൻ പറഞ്ഞല്ലോ, പെട്ടകത്തിൻ്റെ നീളം 450 അടി. എന്നാൽ അതോടനുബന്ധിച്ചുള്ള അളവുകളാണ് എന്നെ ചിന്തിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, ഞാൻ വായിച്ചതനുസരിച്ച് ഒരു നല്ല യുദ്ധക്കപ്പലിൻ്റെ അളവ് ഇങ്ങനെയാണ്: നീളം 624 അടി, വീതി 106.5 അടി, ഉയരം 29.5 അടി.
അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ പെട്ടകത്തിന് പ്രായോഗികമായി അതേ അനുപാതത്തിലുള്ള അളവുകളാണുള്ളത്. അങ്ങനെ വരുമ്പോൾ വികൃതമായൊരു വള്ളമല്ലായിരുന്നു നോഹയുടെ പെട്ടകം. പിന്നെയോ ആധുനിക യുഗത്തിൽ പണിയുന്ന കപ്പലുകളോട് വളരെയേറെ സാമ്യപ്പെടുത്താവുന്ന ഒരു വലിയ യാനപാത്രമായിരുന്നു അത്. 16-ാം വാക്യം, പെട്ടകത്തിന് കിളിവാതിൽ ഉണ്ടാക്കണം, മേൽ നിന്ന് ഒരു മുഴം താഴെ അതിനെ വയ്ക്കണം, പെട്ടകത്തിൻ്റെ വാതിൽ അതിൻ്റെ വശത്ത് വയ്ക്കണം, താഴത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടായി അതിനെ ഉണ്ടാക്കണം. പെട്ടകത്തിന് കിളിവാതിൽ ഉണ്ടാക്കണം. ഈ കിളിവാതിൽ പെട്ടകത്തിൻ്റെ വശത്തുണ്ടാക്കിയ ഒരു ചെറിയ വിള്ളൽ അല്ലായിരുന്നു എന്നോർക്കണം. ഈ കണ്ട നാൾ എല്ലാം മൃഗങ്ങളെ എല്ലാം പാർപ്പിച്ചിരുന്ന ആ സ്ഥലത്ത് ദുർഗന്ധത്തെക്കുറിച്ച് ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്ക് സംശയമുണ്ടാകുന്നത്. മേൽ നിന്ന് ഒരു മുഴം താഴെ പെട്ടകത്തിന് ചുറ്റോട് ചുറ്റുണ്ടാക്കിയ വലിയ ഒരു ജനാലായിരുന്നു ഈ പറഞ്ഞത്. പെട്ടകത്തിൻ്റെ മേൽക്കൂര ഈ കിളിവാതിലിന് കവിഞ്ഞ് കിടന്നിരിക്കണം. നമ്മുടെ വീടുകൾക്കൊക്കെ വെന്റിലേഷൻ വെക്കുകയില്ലേ, അതുപോലെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ശരിയായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലരും ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായ ഭാവനയിലേക്ക് പോകുന്നത്. ഇവിടെ പറഞ്ഞു പെട്ടകത്തിൻ്റെ വാതിൽ അതിൻ്റെ വശത്ത് വയ്ക്കണം. ഓർക്കണം, പെട്ടകത്തിന് ഒരേ ഒരു വാതിലേ ഉണ്ടായിരുന്നുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ക്രിസ്തു പറഞ്ഞു, ഞാനാകുന്നു വഴി, ആടുകളുടെ വാതിൽ ഞാനാകുന്നു എന്ന്. ആത്മീയമായി ചിന്തിച്ചാൽ ഈ രക്ഷാപ്പെട്ടകത്തിനകത്തേക്കുള്ള വാതിലും ക്രിസ്തു തന്നെയാകുന്നു. പിന്നെ പറഞ്ഞു, താഴത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടായി അതിനെ ഉണ്ടാക്കണം എന്ന്. അങ്ങനെ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് പെട്ടകത്തിന് 3 തട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇനിയും അതിനകത്തെ യാത്രക്കാരെ ഒന്ന് നോക്കാം. 17-ാം വാക്യത്തിൽ, ആകാശത്തിൻ കീഴിൽ നിന്നും ജീവശ്വാസമുള്ള സർവ്വജഡത്തെയും നശിപ്പിപ്പാൻ ഞാൻ ഭൂമിയിലൊരു ജലപ്രളയം വരുത്തും, ഭൂമിയിലുള്ളതൊക്കെയും നശിച്ചു പോകും. ദൈവം ഭൂമിയിൽ ന്യായവിധി കൊണ്ടുവരുന്നു. മൃഗത്തിൻ്റെ മേലും പക്ഷികളുടെ മേലും മനുഷ്യൻ്റെ മേലും വലിയ ന്യായവിധി വരുന്നു. 18-ാം വാക്യം, നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും, നീയും നിൻ്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം. സകല ജീവികളിൽ നിന്നും സർവ്വജഡത്തിൽ നിന്നും തന്നെ ഈരണ്ടീരണ്ടിനെ നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായിട്ട് പെട്ടകത്തിൽ കയറ്റേണം. അവ ആണും പെണ്ണുമായിരിക്കണം. അതത് തരം പക്ഷികളിൽ നിന്നും അതത് തരം മൃഗങ്ങളിൽ നിന്നും ഭൂമിയിലെ അതത് തരം ഇഴജാതികളിൽ നിന്നൊക്കെയും ഈരണ്ടീരണ്ട് ജീവരക്ഷയ്ക്കായിട്ട് നിൻ്റെ അടുക്കൽ വരേണം. ജീവജാലങ്ങൾ ഈരണ്ടീരണ്ട് ജീവരക്ഷയ്ക്കായിട്ട് നോഹയുടെ അടുക്കൽ വരേണം എന്നാണല്ലോ നമ്മൾ വായിച്ചത്. പലരും ചിന്തിച്ചിരിക്കുന്നത് നോഹ നടന്ന് സകല മൃഗങ്ങളെയും പക്ഷികളെയും പിടിക്കുകയായിരുന്നു എന്നത്രേ. അതുകൊണ്ട് തന്നെ അത് അസാധ്യമായ സംഗതിയാണെന്ന് മുൻവിധിയാൽ പലരും ഇവിടുത്തെ സംഭവത്തെ ഒരു കെട്ടുകഥയായി കണ്ട് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ സംഭവിച്ചെന്താണെന്നറിയാമോ? മേൽപ്പറഞ്ഞ ജീവജാലങ്ങളൊക്കെ നോഹയുടെ അടുത്തേക്ക് വരികയായിരുന്നു. മൃഗങ്ങൾ തങ്ങൾ അപകടത്തിലാകുന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ സുരക്ഷിത സ്ഥലത്തേക്ക് പ്രയാണം ചെയ്യാറുണ്ട്. ഭൂമികുലുക്കം, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ ഉണ്ടാകുന്നതിനു മുൻപ് മൃഗങ്ങൾ സുരക്ഷിതമായ താവളങ്ങളിലേക്ക് ഓടിപ്പോകാറുണ്ട്. അങ്ങനെ പ്രളയത്തിനു മുമ്പ് സകല മൃഗങ്ങളും നോഹയുടെ അടുത്തേക്ക് വന്നു എന്നാണ് കാണുന്നത്. 21-22 വാക്യങ്ങളിൽ, നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നത് എടുത്ത് സംഗ്രഹിച്ചു കൊള്ളണം, അത് നിനക്കും അവയ്ക്കും ആഹാരമായിരിക്കണം. ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. തുടർന്ന് പെട്ടകത്തിനുള്ളിലെ ജീവസന്ധാരണത്തിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നോഹയോട് ആവശ്യപ്പെട്ടു. മൃഗങ്ങൾക്ക് ആഹാരമായി വളരെയേറെ പുല്ല് നോഹ പെട്ടകത്തിൽ കരുതി. ഇത് കേട്ടപ്പോൾ നിങ്ങളിൽ ചിലർക്ക് സംശയമുണ്ടായി കാണും, ചില മൃഗങ്ങൾ മാംസഭൂക്കുകളായിരുന്നല്ലോ എന്ന്. അപ്പോൾ അവ അന്യോന്യം കടിച്ചു തിന്നുമായിരുന്നില്ലേ? ഞാനങ്ങനെ കരുതുന്നില്ല. കാരണം ജലപ്രളയത്തിൻ്റെ കാലം വരെ മനുഷ്യനും മൃഗങ്ങളും മാംസഭുക്കുകളല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 6ഉം 7ഉം വാക്യങ്ങളിൽ സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ വർണ്ണിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ അതിൻ്റെ സൂചനയുണ്ട്. അവിടെ പറയുന്നു, സിംഹവും കുഞ്ഞാടും ഒരുമിച്ച് കിടക്കുമെന്നും സിംഹം കാളയെപ്പോലെ പുല്ല് തിന്നുമെന്നുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഭാവിയിൽ അത് സംഭവിക്കും. മൃഗങ്ങളുടെ ആരംഭാവസ്ഥയും അതുതന്നെ ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരർത്ഥത്തിൽ നോഹ ദുഃഖകരമായ 2 പ്രളയങ്ങൾ കണ്ടു. തൻ്റെ സമയത്തെ സമൂഹം വഷളത്വത്തിൽ മുങ്ങിയിരുന്നു. സകലത്തെയും സൃഷ്ടിച്ച, സകലത്തെയും തൻ്റെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ദൈവത്തെ മറന്ന് സകലരും ജീവിച്ചപ്പോൾ നോഹ ദൈവത്തിൽ വിശ്വസിച്ചു, അവനെ അനുസരിച്ച് ജീവിച്ചു. സമൂഹത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് പോകുന്നതായിരുന്നു എളുപ്പമെങ്കിലും നോഹ തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു, നീതിമാനായിരുന്നു. അവൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്തു. നോഹ താൻ ജീവിച്ച സമൂഹത്തിനൊരു മാതൃകയായിരുന്നു. നാം ഇന്ന് ജീവിക്കുന്ന സമൂഹവും നോഹയുടെ കാലം പോലെ ആകുന്നു. തിന്നും കുടിച്ചും സുഖിച്ചും ഭൗതിക സമൃദ്ധിയിൽ മാത്രം കണ്ണും നട്ടുള്ളൊരു പരക്കം പാച്ചിൽ ഇന്ന് ലോകത്തെല്ലായിടത്തും കാണാം. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിൽ നോഹയും കുടുംബവും ദൈവം പറഞ്ഞതുപോലെ പക്ഷിമൃഗാദികളും പെട്ടകത്തിൽ പ്രവേശിക്കുന്നതാണ് നാം കാണുന്നത്. ദൈവത്തിൻ്റെ കരുതലിൻ്റെ ഒരു ഒന്നാന്തരം ഉദാഹരണം. 7-ാം അധ്യായം 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നീയും സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കടക്ക, ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവം നോഹയെ നീതിമാനായി കണ്ടത്? അവനിലുണ്ടായിരുന്ന ദൈവവിശ്വാസം ഒന്നുകൊണ്ട് മാത്രം. പിന്നീട് അബ്രഹാമിനെ തൻ്റെ വിശ്വാസത്താൽ ദൈവം നീതിമാനായി കണ്ടു എന്ന് നാം വായിക്കുന്നുണ്ട്. നോഹയെയും അവൻ്റെ വിശ്വാസത്താൽ ദൈവം നീതിമാനായി എണ്ണി. അബ്രഹാമിനെക്കുറിച്ച് പറഞ്ഞത്, അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നത്രേ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. നോഹ യഹോവയിൽ വിശ്വസിച്ചു, അത് യഹോവ അവന് നീതിയായി കണക്കിട്ടു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നത്, വിശ്വാസത്താൽ നോഹ ഒരു പെട്ടകം തീർത്തു എന്നാണ്. ദൈവം അവനെ രക്ഷിച്ചതിൻ്റെ കാരണം അതത്രേ. ഈ ന്യായവിധിയുടെ കാലം അത്രയും ദൈവം ഈ മനുഷ്യനോട് എത്രമാത്രം കൃപാലുവായിരുന്നുവെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വരിക, പെട്ടകത്തിൽ കടക്ക എന്ന് നോഹയോട് പറയുന്ന ദൈവശബ്ദമാകുന്നു. ഇതിൻ്റെ ആത്മീയ അർത്ഥം എന്താണ്? സകല മാനവജാതിക്കും യേശു കർത്താവ് നൽകുന്ന ക്ഷണം ഇതത്രേ. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം സുപരിചിതമാണല്ലോ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവ വാതിൽ അടച്ചു. പെട്ടകത്തിനുള്ളിൽ കയറിയവർക്ക് സുരക്ഷിതത്വം കൊടുക്കുന്നത് ദൈവമാണ്. ഇതെത്ര ധൈര്യം പകരുന്ന ഒരു ചിന്തയാണ്. 8-ാം അധ്യായം ആരംഭിക്കുന്നത് ദൈവം നോഹയെ ഓർത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ദൈവ കരുതലിനെ സൂചിപ്പിക്കുന്ന മനോഹരമായൊരു ചിന്തയാണ്. വേണമെങ്കിൽ നോഹയെ പരിപൂർണമായും ദൈവത്തിന് മറക്കാമായിരുന്നു. എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം പറയാമായിരുന്നു, അയ്യോ, ആ വ്യക്തിയെ ഞാൻ പൂർണ്ണമായും മറന്നല്ലോ, അവനെ ഒരു പെട്ടകത്തിലാക്കിയിട്ട് ഞാൻ ആ കാര്യം വിട്ടുപോയല്ലോ എന്ന്. എന്നാൽ ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ദൈവം അവനെ മറന്നില്ല. ദൈവം നോഹയെ ഓർത്തു. ദൈവം ഒരിക്കലും നമ്മെ മറക്കില്ല പ്രിയമുള്ളവരെ. അവിടുന്ന് താങ്കളെ ഓർക്കുന്നു. അവിടുന്ന് ഓർക്കാത്ത ഒറ്റ കാര്യമേ ഉള്ളൂ. അത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ നിങ്ങളുടെ പാപം ഏറ്റുപറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് രക്ഷയ്ക്കായി വരുമ്പോൾ നിങ്ങളുടെ പാപം അവൻ പിന്നെ ഒരിക്കലും ഓർക്കില്ല. അത് വളരെ മനോഹരമായ ഒരു അനുഭവമാണ്. ഇപ്പോഴിതാ നോഹയും അവൻ്റെ കുടുംബവും പെട്ടകത്തിൽ പ്രവേശിക്കുന്നു. ഓരോ മതക്കാർക്കും ഓരോ സംസ്കാരങ്ങൾക്കും സൃഷ്ടിയെക്കുറിച്ച് ഓരോ കഥയുള്ളതുപോലെ ജലപ്രളയത്തെക്കുറിച്ചും പല കഥകൾ പ്രചാരത്തിലുണ്ട്. എന്നാൽ അവയൊന്നും യുക്തിക്ക് യോജിക്കുന്നതല്ല എന്നത് വിചിത്രമായി തോന്നാം. എന്നാൽ എന്തുകൊണ്ടാണ് വിവിധ സംസ്കാരങ്ങളിൽ ഇതുപോലെ മഹാപ്രളയത്തിൻ്റെ കഥയുള്ളത്? അതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം. യഥാർത്ഥത്തിൽ അങ്ങനെ ഭൂമിയെ മൊത്തം മൂടിയ ഒരു പ്രളയം ഉണ്ടായി എന്നതാണ്. സംസ്കാരങ്ങളുടെ വികാസത്തിൽ പലരും ഓർമ്മയിൽ നിന്ന് പൊടിപ്പും തൊങ്ങലും ചേർത്ത് അവ അവതരിപ്പിക്കുകയും തലമുറകളായി കൈമാറുകയും ചെയ്തു. എന്നാൽ ബൈബിൾ അവതരിപ്പിക്കുന്നത് പോലെ കൃത്യമായ ഒരു വിവരണം മറ്റെവിടെയും ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല.
ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവത്തിൽ നിന്ന് ഇതൊരു ന്യായവിധിയായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. വഴിതെറ്റിപ്പോയ മനുഷ്യനെ ദൈവം ന്യായം വിധിക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. ഇനിയും 7-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ ഞാൻ വായിക്കാം. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 7 ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 2 ആകാശത്തിലെ പറവകളിൽ നിന്നും പൂവനും പിടയുമായി 7 ഭൂമിയിലൊക്കെയും സന്തതി ശേഷിച്ചിരിക്കേണ്ടതിന് നീ ചേർത്തുകൊള്ളണം. ഇത് പലർക്കും ചിന്താക്കുഴപ്പമുണ്ടാക്കിയിട്ടുള്ളൊരു ഭാഗമാണ്. സകല ജീവികളിൽ നിന്നും ഈരണ്ടിനെ പെട്ടകത്തിൽ കയറ്റണമെന്ന് 6-ാം അധ്യായത്തിൽ നാം പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ഒരു വൈരുദ്ധ്യമില്ലേ എന്ന് ന്യായമായി ചോദിക്കാം. എന്നാൽ ഇതിൻ്റെ വാസ്തവം മനസ്സിലാക്കാൻ നോഹ പെട്ടകത്തിൽ നിന്നും വെളിയിൽ വന്നപ്പോൾ നടന്ന കാര്യങ്ങളെ നാം ഒന്ന് പരിശോധിച്ചാൽ മതി. ജലപ്രളയത്തിന് ശേഷം പെട്ടകത്തിൽ നിന്നും പുറത്തു വന്ന നോഹ ശുദ്ധിയുള്ള മൃഗങ്ങളെ യാഗം കഴിച്ചു എന്ന് നമ്മൾ കാണും. 2-ലധികം ശുദ്ധിയുള്ള മൃഗങ്ങളെ പെട്ടകത്തിൽ കയറ്റിയില്ലായിരുന്നുവെങ്കിൽ യാഗത്തിന് അവൻ എവിടെ നിന്ന് മൃഗങ്ങളെ കിട്ടുമായിരുന്നു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ശുദ്ധിയുള്ളവയിൽ നിന്ന് മാത്രമേ അവൻ 7 വീതം എടുത്തുള്ളൂ എന്നോർക്കണം. ഇനിയും സംശയമുണ്ടോ? ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും 2 അതായത് ഒരാണും ഒരു പെണ്ണും ആകാശത്തിലെ പറവകളിൽ നിന്നും പൂവനും പിടയുമായി 7 കാരണം അത് ശുദ്ധിയുള്ളവയായിരുന്നല്ലോ. അതുകൊണ്ടാണ് അവിടെ 7 പറഞ്ഞിരിക്കുന്നത്. ഇനിയും 4-ാം വാക്യത്തിലേക്ക് വന്നാട്ടെ. ഇനി 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ 40 രാവും 40 പകലും മഴ പെയ്യിക്കും. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെയും ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും. യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു. അതെ, യഥാർത്ഥത്തിൽ ആ 7 ദിവസം ലോകത്തിന് ആ പെട്ടകത്തിൻ്റെ വാതിലിൽ മുട്ടുവാനുള്ള അവസരമുണ്ടായിരുന്നു. അതായത് അങ്ങനെ ചെയ്യുന്നവർക്ക് അകത്ത് പ്രവേശിക്കുവാൻ നല്ലൊരു അവസരമുണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ആ വാതിലിൽ മുട്ടിയിരുന്നെങ്കിൽ ദൈവം അവരെ രക്ഷിച്ചേനേയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ദൈവത്തിൽ വിശ്വസിക്കുക മാത്രമായിരുന്നു. 5 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു. ഭൂമിയിൽ ജലപ്രളയമുണ്ടായപ്പോൾ നോഹയ്ക്ക് 600 വയസ്സായിരുന്നു. നോഹയും പുത്രന്മാരും അവൻ്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയം നിമിത്തം പെട്ടകത്തിൽ കടന്നു. ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും പറവകളിൽ നിന്നും ഭൂമിയിലുള്ള ഇഴജാതിയിൽ നിന്നൊക്കെയും ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം 2 ആണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു. നോഹ നാട് നീളം നടന്ന് മൃഗങ്ങളെയും പക്ഷികളെയും പിടിച്ച് പെട്ടകത്തിനുള്ളിൽ കൊണ്ടുവന്നാക്കി എന്നെങ്ങും പറയുന്നില്ല. അവയെല്ലാം നോഹയുടെ അടുത്തേക്ക് വരികയാണ് ഉണ്ടായത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. നോഹയുടെ സമയത്തെ ജലപ്രളയം ഒരു കെട്ടുകഥയാണെന്ന് സ്ഥാപിക്കുവാനുള്ള ശ്രമം പലരും നടത്തുന്നുണ്ട്. പക്ഷേ അങ്ങനെ ശ്രമിക്കുന്നവരുടെ വിശദീകരണം ഈ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ അവിശ്വസനീയമായ കഥയായി തീരുന്നു എന്നതാണ് വാസ്തവം. ദൈവം തനിക്കുള്ളവരെ അറിയുകയും അവരെ രക്ഷിക്കുകയും ചെയ്യുന്നു. നോഹ ചെയ്യേണ്ടിയിരുന്നത് ദൈവത്തെ അനുസരിക്കുക മാത്രമായിരുന്നു. ദൈവം നോഹയുടെ ഹൃദയം അറിഞ്ഞു. നോഹയും അവൻ്റെ കുടുംബവും നീതി ഉള്ളവരാണെന്ന് ദൈവം അറിഞ്ഞു. കോടിക്കണക്കിന് മനുഷ്യരിൽ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു ചെറിയ കുടുംബം തൻ്റെ ഹിതം അവർ ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നതിനാൽ ദൈവം തൻ്റെ പ്രവൃത്തിയിൽ നോഹയെ പങ്കാളിയാക്കുന്നു. എന്താണ് നോഹയുടെ വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ആഴം? നോഹയോട് പെട്ടകമുണ്ടാക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ പ്രളയത്തെക്കുറിച്ചോ മഴയെക്കുറിച്ചോ ഒന്നും ദൈവം മിണ്ടിയില്ല. എന്നിട്ടും ദൈവം പറഞ്ഞത് കേട്ട് നോഹ പെട്ടകം പണിയാൻ തുടങ്ങി. വെള്ളത്തിലോ വെള്ളത്തിനരികിലോ അല്ല, പിന്നെ ഉണങ്ങിയ നിലത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോഹയ്ക്ക് അറിയില്ലായിരുന്നു. ദൈവം പറയുന്നത് അതുപോലെ അനുസരിക്കുന്നത്, അതാണ് അനുഗ്രഹം. നോഹ അനുസരിച്ചു. അതവനും തലമുറകൾക്കും അനുഗ്രഹമായി. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ദൈവശബ്ദം കേട്ടനുസരിക്കുവാൻ സ്വയം ജീവിതത്തെ സമർപ്പിക്കുമോ? ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തെ അവിശ്വസിക്കുവാനുള്ള പരീക്ഷ അത് എവിടെ നിന്ന് വന്നാലും
പൈശാചികം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അനുസരണം കെട്ടവരുടെ മേൽ വരുന്ന ദൈവകോപത്തെപ്പറ്റി വിശുദ്ധ ബൈബിൾ അടിക്കടി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എങ്കിലും വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവരുടെ ഗണത്തിൽ നാം കാണപ്പെടുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്.